ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് M2വിലെ ചാപ്റ്റർ 3 ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി. ഓക്കെ, എന്താണ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി? The term internet connectivity refers to connection of devices over the network to communicate or transfer data with each other. അതായത് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം പരസ്പര ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ വേണ്ടിയിട്ട് നെറ്റ്വർക്കിലൂടെയുള്ള ഡിവൈസുകളുടെ കണക്ഷനെയാണ് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, these network connections are established using bridges, routers, gateways as well as backbone networks. ഇതിലെന്താണ് ബ്രിഡ്ജുകൾ അല്ലെങ്കിൽ റൂട്ടറുകൾ, ഗേറ്റ്വേകൾ, ബാക്ക്ബോൺ നെറ്റ്വർക്ക് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ നെറ്റ്വർക്ക് കണക്ഷനുകൾ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുന്നത്. ഓക്കെ, These are numerous connectivity options for connecting to the internet. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നത് നിരവധി കണക്റ്റിവിറ്റി ഓപ്ഷനുകളുണ്ട്. അതായത് ഇതിൽ കുറേ കണക്റ്റിവിറ്റി ഓപ്ഷനുകളുണ്ട് ഇതായിട്ട് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ. അതാണ് താഴെ പറയുന്നത്. അതായത് ലെവൽ 1 കണക്റ്റിവിറ്റി, ലെവൽ 2 കണക്റ്റിവിറ്റി ആൻഡ് ലെവൽ 3 കണക്റ്റിവിറ്റി. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ലെവൽ 1 കണക്റ്റിവിറ്റി. ലെവൽ 1 കണക്റ്റിവിറ്റി എന്നാൽ ലെവൽ 1 കണക്റ്റിവിറ്റി ഈസ് ആൾസോ കാൾഡ് ഗേറ്റ്വേ ആക്സസ്, where the access to the internet done through a gateway. അതായത് ലെവൽ 1 കണക്റ്റിവിറ്റിനെയാണ് നമ്മൾ ഗേറ്റ്വേ ആക്സസ് എന്ന് പറഞ്ഞത്. അതായത് കണക്ഷന് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് എന്തിലൂടെയാണ്? ഗേറ്റ്വേ കൂടെയാണ്. ഓക്കെ, the gateway enable two network to speak to one another. അതായത് ഗേറ്റ്വേ രണ്ട് നെറ്റ്വർക്കുകളെയും പരസ്പരം സംസാരിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്നുണ്ട്. രണ്ട് നെറ്റ്വർക്കുകളെയും പരസ്പരം സ്പീക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അത് എനാബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, the users of the gateway internet are not completely able to access all of the resources offered by the internet. അതായത് ഗേറ്റ്വേ ഇൻ്റർനെറ്റിൻ്റെ യൂസേഴ്സിന് ഇൻ്റർനെറ്റ് ഓഫർ ചെയ്യുന്നത് എല്ലാ ഇതിലേക്കും ആക്സസ് എല്ലാ റിസോഴ്സസിലേക്കും കംപ്ലീറ്റ്ലി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഗേറ്റ്വേ ഇൻ്റർനെറ്റിൻ്റെ യൂസേഴ്സിന് ഇൻ്റർനെറ്റ് ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ റിസോഴ്സുകളിലേക്കും കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല. Users of level 1 connectivity are only able to access those part of the internet resource that their services provider permit them to. അതായത് ലെവൽ 1 കണക്റ്റിവിറ്റിയുടെ യൂസേഴ്സിന് അവരുടെ റിസോഴ്സ് പ്രൊവൈഡർക്ക് അതായത് അവരുടെ സേവനദാതാവിന് അനുവദിക്കുന്ന ഇൻ്റർനെറ്റ് റിസോഴ്സുകളുടെ ആ ഭാഗങ്ങളിലേക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഇതിലുള്ള ആ റിസോഴ്സ് ആ ദാതാവിന് മാത്രമേ അവർക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാൻ
ഉള്ളൂ. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് മെനി പീപ്പിൾ യൂസിങ് ദ ലെവൽ ഓഫ് കണക്ടിവിറ്റി ആസ് ആക്സസ് ടു ഇമെയിൽ ഓൺലി. അതായത് ഈ ലെവൽ കണക്ടിവിറ്റി ഉപയോഗിക്കുന്നത് പലർക്കും ഈ ഇമെയിലേക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് അവിടെ ഈ ലെവൽ 1 കണക്ടിവിറ്റി നമുക്ക് എന്താണ് കണക്ടിവിറ്റി ഉപയോഗിക്കുന്ന പലർക്കും ഇമെയിലിലേക്ക് മാത്രം, ഒറ്റ റിസോഴ്സിലേക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, ഇത് ആക്ടിവേഷൻ നടക്കുകയുള്ളൂ. ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഗേറ്റ് വേ വഴി ഇൻ്റർനെറ്റിൽ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ പിക്ചറാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ലെവൽ 1 കണക്ടിവിറ്റിക്കുള്ള പിക്ചറാണ് അത് കാണിക്കുന്നത്. ഇനി ഈ ലെവൽ 1 കണക്ടിവിറ്റിയിലെ എക്സാമ്പിൾസുകളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് AOL, അമേരിക്കൻ ഓൺലൈൻ. അത് ഇവിടെ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമേരിക്കൻ ഓൺലൈൻ ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് വെബ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. Their subscribers has access some of the tools on the internet through their gateway. അതായത് അമേരിക്ക ഓൺലൈന് യൂസേഴ്സിന്, അതായത് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വെബ് സർവീസസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സർവീസസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അവരുടെ ഗേറ്റ് വഴി ഇൻ്റർനെറ്റിലെ ചില ഉപകരണങ്ങളിലേക്കും എന്താണ് ആക്സസ് ആയിട്ടുണ്ട്. അവരുടെ ഇതിലേക്ക് ഗേറ്റ് വേ വഴി അവരുടെ ടൂൾ ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും ഇവർ ഇൻ്റർനെറ്റ് ചില ഉപകരണങ്ങളിലേക്ക് അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് കമ്പ്യൂസർവ്. കമ്പ്യൂസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ത്രൂ ലെവൽ 1 കണക്ടിവിറ്റി ആൻഡ് ദ ഫസ്റ്റ് കമ്പനി ടു ഗീവ് കമ്പ്യൂട്ടേഴ്സ് യൂസേഴ്സ് ആക്സസ് ടു ഇലക്ട്രോണിക് മെയിൽ. അതായത് ഇവിടെ ലെവൽ 1 കണക്ടിവിറ്റി വഴി നൽകുന്ന ഒരു ഓൺലൈൻ സർവീസസ് ആണ് എന്ത് പറയുന്നത്, കമ്പ്യൂസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓൺലൈൻ സേവനം. ഇതെന്താ പറയണമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ യൂസേഴ്സിന് ഇലക്ട്രോണിക് മെയിലിലേക്ക് ആക്സസ് നൽകിയ ആദ്യ കമ്പനിയാണ് എന്ത് കമ്പ്യൂസർവും കൂടെ പറയണത് കേട്ടോ. അതായത് ഇവിടെ ഒരു കമ്പ്യൂസർവ് എന്ന് പറഞ്ഞാൽ ലെവൽ 1 കണക്ടിവിറ്റി വഴി നൽകുന്ന ഒരു ഓൺലൈൻ സേവനമാണിത്. ഈ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു ഫസ്റ്റ് കമ്പനി, അതായത് കമ്പ്യൂട്ടർ യൂസേഴ്സിന് ഇലക്ട്രോണിക് മെയിലിലേക്ക് ആക്സസ് നൽകിയ ആദ്യത്തെ കമ്പനി എന്താണ്, കമ്പ്യൂസർവാണ്. നെക്സ്റ്റ് വണ്ണാണ് VSNL, അതായത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് പബ്ലിക് ഇൻ്റർനെറ്റ് സർവീസ് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് ലെവൽ 1 കണക്ടിവിറ്റി ഇൻ ഇന്ത്യ. ഓൾ ആക്സസ് ടു ഇൻ്റർനെറ്റ് ഫ്രം ഇന്ത്യ ത്രൂ എ VSNL ഗേറ്റ് വേ. അതായത് VSNL എന്ന് പറഞ്ഞാൽ അതായത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതിൻ്റെ ഷോർട്ടാണ് VSNL എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോമൺ ഇൻ്റർനെറ്റ് സേവനം ആരംഭിച്ചത് എവിടെയാണ്, VSNL. ഇന്ത്യയിലെ ലെവൽ കണക്ടിവിറ്റി, അതായത് ഇന്ത്യയിലെ ലെവൽ 1 കണക്ടിവിറ്റി ആയിരുന്നു എന്ത് ഈ VSNL എന്ന് പറയുന്നത്. അത് VSNL ഗേറ്റ് വേ വഴി എന്താണ് ഇന്ത്യയിൽ നിന്ന് എല്ലാ ഇൻ്റർനെറ്റ് ആക്സസ്സുകളും എന്താണ് നടത്തിയിട്ടുള്ളതാണ് VSNL ചെയ്യുന്നത്. VSNL ആദ്യം ചെയ്തത്. ഓക്കെ, എല്ലാ ഗേറ്റ് വേ വഴിയാണ് ഇന്ത്യയിൽ നിന്ന് എല്ലാ ഇൻ്റർനെറ്റും ആക്സസ്സും എന്തായിരിക്കുന്നത് പോസിബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലെവൽ 2 കണക്ടിവിറ്റി. ലെവൽ 2 കണക്ടിവിറ്റി പറഞ്ഞാൽ ആൾസോ നോൺ ആസ് ഡയലപ്പ് കണക്ഷൻ. ലെവൽ 2 കണക്ടിവിറ്റിനെ നമ്മൾ ഡയലപ്പ്
കണക്ഷൻ എന്നും കൂടെ വിളിക്കുന്നു. ഇറ്റ് അലോസ് ആക്സസ് ടു ഇൻ്റർനെറ്റ് യൂസിങ് ഡയലപ്പ് ടെർമിനൽ കണക്ഷൻ. അതായത് ഇതൊരു ഡയലപ്പ് ടെർമിനൽ കണക്ഷൻ ഉപയോഗിച്ചാണ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ. ദ കമ്പ്യൂട്ടർ ദാറ്റ് വാണ്ട് ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ആർ റെഫേർഡ് ടു ആസ് ഹോസ്റ്റ് ആൻഡ് ക്ലയൻറ്റ് റെസ്പെക്റ്റീവ്ലി. അതായത് ഇവിടെ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളെ നമ്മൾ ഹോസ്റ്റുകളെന്നും ക്ലയൻറ്റുകളെന്നും വിളിക്കുന്നു. അതായത് കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാൻ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറിനാണ് നമ്മൾ പറയുന്നത്. അതായത് കണക്ട് ചെയ്യുന്നതിന് കണക്ട് ചെയ്യുന്ന ആ 2 കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് ആൻഡ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ കണക്ട് ടു എ ഹോസ്റ്റ് യൂസിങ് എ മോഡം. അതായത് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഹോസ്റ്റിനെ കണക്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? മോഡം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതേ ടൈപ്പ് കണക്ഷന് അത് മോഡായിട്ടാണ്. Therefore, this kind of connection is also referred to as a remote modem access connection. അപ്പോൾ അതെന്താണ്, എങ്ങനെ ക്ലയൻറ്റും ഹോസ്റ്റായിട്ടൊരു മോഡായിട്ട് കണക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതേ ടൈപ്പ് കണക്ഷനെ ഇത്തരത്തിലുള്ള കണക്ഷനെ നമ്മൾ പറയുന്നത് റിമോട്ട് മോഡം ആക്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ and the host to whom the client connect actually as permanent connection to the internet. പിന്നെന്താണ്, ഇതിൽ കൂടാതെ ക്ലയൻറ്റ് കണക്ട് ചെയ്യുന്ന ഹോസ്റ്റിന് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർനെറ്റുമായൊരു സ്ഥിര കണക്ഷന് ഉണ്ട്, ഒരു സ്ഥിരമായിട്ടുള്ള കണക്ഷന് ഉണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് കണക്ടിവിറ്റി ആസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് ലെവൽ 2 കണക്ടിവിറ്റി ദാൻ എനി അതർ ലെവൽ ഓഫ് കണക്ടിവിറ്റി. അതായത് ഈ ഹോസ്റ്റിന് സ്ഥിരമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് മിക്ക ആളുകളും വേറെ ലെവൽ കണക്ടിവിറ്റിയേക്കാളും ലെവൽ 2 കണക്ടിവിറ്റി ഉപയോഗിക്കുന്നതിനാൽ ഈ മറ്റ് കണക്റ്റിനെക്കാട്ടി കൂടുതലായിട്ട് ഈ ലെവൽ 2 കണക്ടിവിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് പോപ്പുലറായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ആണ്. ഓക്കെ. In a dial-up connection to the internet, the host forward all commands entered to the client machine to the internet. ഇവിടെ പറയണതെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിലേക്കൊരു ഡയലപ്പ് കണക്ഷനിൽ ഹോസ്റ്റ് ക്ലയൻറ്റ് മെഷീനിൽ നൽകിയ എല്ലാ കമാൻഡുകളും ഇൻ്റർനെറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് എന്താണ്, ദ ഹോസ്റ്റ് ആൾസോ റിസീവ് ഇൻഫോർമേഷൻ ഫ്രം ദ നെറ്റ്വർക്ക് ഓൺ ക്ലയൻറ്റ്സ് ബിഹാഫ് ആൻഡ് ദെൻ പാസസ് ടു ദ ക്ലയൻറ്റ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അത് ഓരോരോ വിവരങ്ങൾ ഇതിലേക്ക് എല്ലാ കമൻറ്റുകളും സ്വീകരിക്കുകയും തുടർന്ന് അതിൽ എല്ലാ കമാൻഡുകളും ഇൻ്റർനെറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. എന്നിട്ടാണ് ക്ലയൻറ്റിൻ്റെ പേര് നെറ്റ്വർക്കിൽ നിന്ന് വിവരങ്ങൾ ഹോസ്റ്റ് സ്വീകരിക്കുകയും തുടർന്ന് പിന്നെ അതിന് ശേഷം അത് ക്ലയൻറ്റിലേക്ക് കൈമാറുകയും ചെയ്യുന്നത്. വസ്തുത ക്ലയൻറ്റിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഇസ് ജസ്റ്റ് ടെർമിനൽ കണക്ട് ടു റിമോട്ട് ഹോസ്റ്റ്. അതായത് ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ റിമോട്ട് ഹോസ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടെർമിനൽ മാത്രമാണ്. ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ റിമോട്ട് ഹോസ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടെർമിനൽ മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. whenever a client machine make a request on the internet to download a file, then the file is first downloaded on the host computer. അപ്പോൾ ഒരു ക്ലയൻറ്റ് മെഷീൻ ഇൻ്റർനെറ്റിലേക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ
റിക്വസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ആ ഫയൽ ആദ്യം ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. After that, it is to be downloaded again from the host to the client machine and to save it. എന്നിട്ട് എന്താണ് ആ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന അതിന് ശേഷം അത് വീണ്ടും എന്താണ് ഹോസ്റ്റിൽ നിന്ന് ക്ലയൻറ്റ് മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ അത് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലെവൽ 2 കണക്റ്റീവിൽ അത്രയാണ് നടക്കുന്നത്. ആദ്യം എന്താണ് ഒരു ഫയൽ ക്ലയൻറ്റ് മെഷീന് ഇൻ്റർനെറ്റ് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഒരുങ്ങുമ്പോഴെല്ലാം ആ ഫയൽ ആദ്യം ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യപ്പെടും. എന്നിട്ട് അതിന് ശേഷം അത് വീണ്ടും ഹോസ്റ്റിൽ നിന്ന് ക്ലയൻറ്റ് മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ടാണ് അതെന്ത് സേവ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ലെവൽ 2 കണക്റ്റിവിറ്റിനെ എന്തായിട്ട് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഷെൽ കണക്ഷൻ, 2 TCP/IP കണക്ഷൻ ആൻഡ് 3 ISDN കണക്ഷൻ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ഷെൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ the user will only receive the textual content of web page on this form of internet connection. It does not support graphics display. അതായത് ഈ ഷെൽ കണക്ഷനിൽ എന്താണ് വെബ് പേജിൽ നിന്നുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റ് മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, റിസീവ് ചെയ്യുള്ളൂ. ഇതിൽ ഗ്രാഫിക്സ് ഡിസ്പ്ലേ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് TCP/IP കണക്ഷൻ. TCP/IP കണക്ഷൻ എന്ന് പറഞ്ഞാൽ the TCP/IP connection provide access to text as well as graphic display. അതായത് ഇതിൽ ടെക്സ്റ്റും ഗ്രാഫിക് ഡിസ്പ്ലേയും ഇതിലേക്ക് ഈ TCP/IP ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The Visual World Wide Web browsers has made it simpler to access multimedia content like sound and graphics. അതായത് ശബ്ദം, അതായത് വിഷ്വൽസ്, പിന്നെന്താണ് വിഷ്വൽസോ അല്ലെങ്കിൽ ഇതിൽ സോറി കേട്ടോ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദവും അതായത് ഗ്രാഫിക്സൊക്കെ പോലെയുള്ള മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ എന്താണ് മൾട്ടിമീഡിയ കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനായിട്ട് എന്താണ് വിഷ്വൽ വേൾഡ് വൈഡ് ബ്രൗസേഴ്സൊക്കെ എന്തായിരിക്കുന്നു സിമ്പിളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഈ സൗണ്ടായാലും എന്താണ് ഗ്രാഫിക് ഡിസ്പ്ലേകൾ ഗ്രാഫിക്സ് ആയാലൊക്കെ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് സിമ്പിളാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ISDN കണക്ഷൻ. ഇത് ലെവൽ 2-നെ 3 കാറ്റഗറൈസ് ചെയ്തതിലുള്ളതാണ് കേട്ടോ. 3 എന്താണ് ക്ലാസിഫൈഡ്, ആ ഡയലപ്പ് കണക്ഷൻ ഉണ്ടാവില്ലേ അതിനെ 3 ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത് ഷെൽ കണക്ഷന്, രണ്ടാമത്തെ TCP/IP കണക്ഷൻ, മൂന്നാമത്തേതാണ് ISDN കണക്ഷൻ. ഈ ISDN കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റഗ്രേറ്റർ, അതിൻ്റെ ഫുള്ളാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇവിടെ എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ത്രൂ ദ യൂസേജ് ഓഫ് ഡിജിറ്റൽ ഫോൺ ലൈൻസ്. അതായത് ഇതിൽ ഡിജിറ്റൽ ഫോൺ ലൈനുകളുടെ യൂസേജിലൂടെയാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നത്. ഓക്കെ. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നത് എന്താണ് ത്രൂ ദ യൂസേജ് ഓഫ് ഡിജിറ്റൽ ഫോൺ ലൈൻസ്. Special ISDN modem must be used with ISDN lines and it is costlier than normal phone lines. ഇതിലെന്താ പറഞ്ഞാൽ ഈ
ISDN ലൈനുകൾക്കൊപ്പം തന്നെ പ്രത്യേക ISDN മോഡമുകൾ ഉപയോഗിക്കണം. ഇത് സാധാരണ ഫോൺ ലൈനിനേക്കാളും ചിലവേറിയതാണ്. ഈ ISDN കണക്ഷനിൽ എന്താണ്, ഈ ലൈനുകൾക്കൊപ്പം തന്നെ എന്താണ്, വേറെ ISDN മോഡമുകളും കൂടി ഉപയോഗിക്കണം. അതുകൊണ്ട് എന്താണ്, ഇത് സാധാരണ ഫോൺ ലൈനുകളേക്കാളും ചിലവേറിയ സംഭവമാണ്. ചിലവേറിയ കണക്ഷനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ലെവൽ 3 കണക്ടിവിറ്റി. ലെവൽ 3 കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾസോ നോൺ ആസ് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ്. കണക്ഷൻ ഈസ് ലീസ്ഡ് കണക്ഷൻ. അതായത് ഈ ഡയറക്റ്റ് ഈ ലെവൽ 3 കണക്ടിവിറ്റി എന്നുള്ളതിനെ നമ്മളെന്താ പറയുക, ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ് കണക്ഷൻ എന്ന് അറിയപ്പെടുന്നുള്ള. ഈ തരത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകൾ എന്തായിരിക്കും, ഈ ടൈപ്പ് ഓഫ് കണക്ഷനെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, പിന്നെന്താണ്, മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്, മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് സെക്യൂർ ലെവൽ ഓഫ് കണക്ഷൻ. അതായത് ഈ ടൈപ്പ് ഓഫ് കണക്ഷൻ എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടും പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് കൂടിയതും പിന്നെ സ്പെഷ്യലൈസ് അത് സെക്യൂരിറ്റി ലെവലിലും അല്ലാതെ ഇത് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടാണ്. സെക്യൂർ ലെവൽ ഓഫ് കണക്ഷൻ, ഇതിന് സെക്യൂരിറ്റിയാണ് സ്പെഷ്യലൈസ്ഡ് ചെയ്തത്. എ ലീസ്ഡ് കണക്ഷൻ ഈസ് യൂസസ് ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ടു ഡയറക്റ്റ്ലി ലിങ്ക് യുവർ PC ടു ദ ഇൻ്റർനെറ്റ്. അതായത് ഈ ലീസ്ഡ് കണക്ഷൻസ് എന്താണ്, നമ്മുടെ PCയെ ഇൻ്റർനെറ്റുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ ഉപയോഗിക്കുന്നു. ഇതിൽ യൂസ് ചെയ്യുന്നതാണ് ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ PCയെ ഇൻ്റർനെറ്റായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാണെങ്കിലും എന്താണ്, ഇറ്റ് ഓഫേഴ്സ് ഡെഡിക്കേറ്റഡ് കണക്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് പ്രൈവറ്റ് ആൻഡ് സെക്യൂർ. ഈ കണക്ഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ആ പ്രൈവറ്റുമായിരിക്കും, എന്തായിരിക്കും, സെക്യൂറുമായിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെറ്റപ്പ് ഫോർ യൂസേഴ്സ് ഹൂ നീഡ് എ ലോട്ട് ഓഫ് ബാൻഡ് വിഡ്ത്ത്. അതായത് ധാരാളം കുറേ ബാൻഡ് വിഡ്ത്തുകൾ ആവശ്യമുള്ള യൂസേഴ്സിനും വേണ്ടിയിട്ടാണ് ഇത് ലെവൽ 3 കണക്ടിവിറ്റി എന്തായിരിക്കുന്നത്, സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ട്രസ്റ്റ് വർത്തി ആൻഡ് ഡിപ്പെൻഡബിൾ ബട്ട് ഇൻസ്റ്റാളിങ് ഇറ്റ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. ഇതെന്താണ്, അത് ട്രസ്റ്റ്ഫുള്ളും ആണ്, പിന്നെന്താണ്, ഡിപ്പെൻഡബിളും ആണ്. പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ചിലവാണ്. പക്ഷേ അതെന്താ പറഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി കൂടുന്തോറും നമുക്ക് അത് നല്ലതല്ലേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇതിൻ്റെ ക്യാഷ് കുറച്ച് കൂടും ചെയ്യും. അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറച്ച് കോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സോൾ ഓർ റിമോട്ട് വർക്കേഴ്സ്. ഇതെന്താണ്, ഈ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ എന്താണ് റിമോട്ട് വർക്കേഴ്സുകൾക്കൊക്കെ ഇതെന്താണ് യൂസറാണ് ഈ ലെവൽ 3 കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവൽ 3 കണക്ടിവിറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് VPN. VPN എന്ന് പറഞ്ഞാൽ എന്താണ്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഈ VPN എന്ന് പറഞ്ഞാൽ എന്താണ്, VPN ഈസ് എ സർവീസ് ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രൈവറ്റ് ആൻഡ് സെക്യൂർ കണക്ഷൻ ടു ദ ഇൻ്റർനെറ്റ്. അതായത് ഇവിടെ നൽകുന്ന ഇൻ്റർനെറ്റിലേക്ക് പ്രൈവറ്റും സെക്യൂറും ആയിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് VPN എന്ന് പറയുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ പ്രൈവറ്റായിട്ടും സെക്യൂറായിട്ടും എന്താണ് ഇൻ്റർനെറ്റിലേക്ക് കണക്ഷൻ ചെയ്യുന്നതിന് എന്താ നമ്മൾ പറയുക, VPN എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലീസ്ഡ് ലൈൻസ്. എ ഡെഡിക്കേറ്റഡ് ഡാറ്റ കണക്ഷൻ വിത്ത് ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്ത് ഈസ് നോൺ ആസ് എ ലീസ്ഡ് ലൈൻ.
അതായത് ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്തിലുള്ള ഒരു ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്തുള്ള ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയാം, ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദ മാക്സിമം ഡൗൺലോഡ് capacity, resilience and uptime for different business to connect to the internet in a secure, dependable and highly effective manner. അതായത് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ സുരക്ഷിതമാക്കാനും സുരക്ഷിതവും ആശ്രയിക്കാവുന്നതുമായ വളരെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിന് പരമാവധി ഡൗൺലോഡ് കപ്പാസിറ്റി ഉള്ളതും പിന്നെ ഡിപ്പെൻഡബിളായിട്ടും പിന്നെന്താണ് പിന്നെ അതിൻ്റെ ഹൈലി ഇഫക്റ്റീവ് മാനറിലും കൂടി ചെയ്യുന്നതാണ് ഇവിടെ ഈ ലീസ്ഡ് ലൈനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് കണക്റ്റ് പരമാവധി ആയിട്ടുള്ള അതിൽ ഡൗൺലോഡ് കപ്പാസിറ്റി നമുക്ക് ഹൈ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡിപ്പെൻഡബിൾ പിന്നെ അതിൻ്റെ ഇഫക്റ്റീവ് മാനറിലും കൂടിയാണ് ഈ ലീസ്ഡ് ലൈൻസിൽ കണക്റ്റിവിറ്റി പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ അതിൻ്റെ പിക്ചറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് നോക്കണേ. ഹോം മെഷീൻ വഴി ലിങ്ക് വഴി ആ ഒരു മോഡം വഴി ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യുന്നതിലേക്കാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻ്റർനെറ്റിൽ അതായത് ഒരു ഇൻ്റർനെറ്റ് വിവിധ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷനും ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പം ഈ ഇൻ്റർനെറ്റ് കണക്ഷന് എന്തായിരിക്കണം, ഇൻ്റർനെറ്റ് കണക്ഷന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ തരം ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറുകളായാലും മോഡം ആയാലും ടെലിഫോൺ ലൈൻസുകളൊക്കെ ഒരു കണക്ഷനും വേണ്ടിയിട്ട് നമുക്ക് വേണം. ഓക്കെ, ഇനി അതിലാണ് ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. അതായത് ഈ ഹാർഡ്വെയർ റിക്വയർമെൻറ്റിൽ പ്രോസസ്സർ എന്തായിരിക്കണം, 1 GHz അല്ലെങ്കിൽ അതിലധികമോ ആയിട്ടുള്ള എന്തായിരിക്കണം പ്രോസസ്സറുകൾ വേണം. പിന്നെ 2 to 4 GB ഓഫ് റാം വേണം. കാരണം ഈ അതായത് ഡിപ്പെൻഡിങ് ഓൺ OS, അതായത് OSനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 to 4 GB ഓഫ് റാം വേണം. പിന്നെന്താണ് സൗണ്ട് കാർഡ് ആൻഡ് സൗണ്ട് കാർഡും വേണം. പിന്നെന്താണ് സ്പീക്കേഴ്സും, പിന്നെ ഈതർനെറ്റ് പോർട്ട് വേണം. പിന്നുള്ളത് മോണിറ്റർ വിത്ത് എ മിനിമം 1024x768 റെസൊല്യൂഷനിലുള്ള മോണിറ്റർ. അതിൻ്റെ കളർ ക്യാപ്പബിലിറ്റി പറഞ്ഞിട്ടാണെങ്കിൽ 24 ബിറ്റ് കളർ ക്യാപ്പബിലിറ്റിയോടും പിന്നെ 1024x768 റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള മോണിറ്ററുകൾ ആവശ്യമുണ്ട്. പിന്നെന്താണ് ഇൻ്റർനെറ്റ് ആക്സസ് വയ DSL, അതായത് ഇൻ്റർനെറ്റ് ആക്സസ് നടത്തുന്നത് DSL വഴിയോ അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ വഴിയോ ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാണെങ്കിൽ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാണെങ്കിൽ 1.5 ഡൗൺലോഡഡ് ആൻഡ് 512 അപ്ലോഡഡ് സ്പീഡോട് കൂടിയിട്ടുള്ളതാണ് ഇൻ്റർനെറ്റ് ആക്സസ് അതിൻ്റെ ISP കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് നെറ്റ്വർക്ക് കാർഡ് വേണം. ഇനി നമുക്കതിൽ മോഡം സെലക്ട് ചെയ്യാനും, അതായത് നമ്മളതിൻ്റെ മോഡം സെലക്ഷനാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ എന്താണ് മോഡം എന്നറിയാം. എ മോഡം
Modem is a device or computer peripheral that allow you to connect and communicate with other computer over telephone lines. അതായത് ഒരു മോഡം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പെരിഫറലോ ആണ്. എന്തിനു വേണ്ടി അത് എന്ത് ചെയ്യുന്ന അത് ടെലഫോൺ ലൈനുകൾ വഴി മറ്റ് കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കാനും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മോഡം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മറ്റു കമ്പ്യൂട്ടറുകൾ വഴി ബന്ധിപ്പിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പെരിഫറൽസോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡിവൈസിനെയോ ആണ് നമ്മൾ മോഡം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് മോഡുലേറ്റർ ആൻഡ് modulator as it a device that convert digital signal to analog signal and analog signal to digital signal. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന മോഡുലേറ്റർ അല്ലെങ്കിൽ മോഡുലേറ്റർ ആയിട്ടാണ്. മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അവിടെ ഡിജിറ്റൽ സിഗ്നൽ അനലോഗ് സിഗ്നലായിട്ട് മാറ്റുന്നു. ഡിമോഡുലേറ്ററോ അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇത് മോഡുലേറ്ററായിട്ടും ഡിമോഡുലേറ്ററായിട്ട് അറിയപ്പെടുന്നു പറയുന്നത്. അപ്പോൾ അതിൽ മോഡുലേറ്റർ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കിയിട്ടും ഡിമോഡുലേറ്റർ ചെയ്യുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കിയിട്ടോ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മോഡത്തിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കിയാൽ മതിയേ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഡിഫറെൻറ്റ് മോഡുകളുടെ ടൈപ്പുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ അനലോഗ് മോഡം. അതിൽ അനലോഗ് മോഡം എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫർ ഡിജിറ്റൽ പൾസസ് ഫ്രം ദ കമ്പ്യൂട്ടർ into tones that may be transmitted by analog telephone lines, and the reverse can also be done. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡിജിറ്റൽ പൾസുകളെ അനലോഗ് ടെലഫോൺ ലൈനുകൾ വഴിയും തിരിച്ചും പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്ന, തിരിച്ചും ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ടോണുകളാക്കി മാറ്റുന്ന ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ ഒരു അനലോഗ് മോഡം എന്ന് പറയാം. റിവേഴ്സിലും എന്തായിരിക്കും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ അനലോഗ് മോഡം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിജിറ്റൽ മോഡം. ഡിജിറ്റൽ മോഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മോഡം ഈസ് എ ഡിവൈസ് ദാറ്റ് സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ ടു ആൻഡ് ത്രൂ എ ഡിജിറ്റൽ ലൈൻ. അതായത് ഡിജിറ്റൽ ലൈനിലേക്കും അതിലൂടെയും ഡാറ്റ അയക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഉപകരണമാണ് ഡിജിറ്റൽ മോഡം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കേബിൾ മോഡം. കേബിൾ മോഡ് എന്ന് പറഞ്ഞാൽ എ കേബിൾ മോഡം കണക്ട് യുവർ കമ്പ്യൂട്ടർ ടു യുവർ ലോക്കൽ കേബിൾ TV കണക്ഷൻ ആൻഡ് യുവർ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതായത് ഒരു കേബിൾ മോഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ ലോക്കൽ കേബിൾ TV കണക്ഷനായിട്ടും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായിട്ടും ബന്ധിപ്പിക്കുകയാണ് ഒരു കേബിൾ മോഡം ചെയ്യുന്നത്. ഓക്കെ, it included two interfaces, one for connecting to a cable TV network outlet and other for connecting to a computer, ടെലിവിഷൻ ഓർ സെറ്റപ്പ് ബോക്സ്. അതായത് ഇതിൽ രണ്ട് ഇൻ്റർഫേസസുകളുണ്ട്. അത് ഒന്ന് നമ്മൾ കേബിൾ TV നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും മറ്റത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെലിവിഷനോ സെറ്റപ്പ് ബോക്സോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്.
പിന്നുള്ളതാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മോഡം. ഇൻറ്റേർണൽ മോഡം കം പ്രീ ഇൻസ്റ്റാൾഡ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതായത് ഇൻറ്റേർണൽ മോഡം ആദ്യം തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദ ഇൻറ്റേർണൽ മോഡം ഈസ് ദാറ്റ് ദേ യൂസ് കമ്പ്യൂട്ടർ പവർ സപ്ലൈ ആൻഡ് ഡു നോട്ട് റിക്വയർ എ സെപ്പറേറ്റ് പവർ സോഴ്സ് ടു ഫങ്ഷൻ, or external modem uses a serial bus or USB, അതായത് USB cable to connect to other computer, and it is also require an external power source to function. അതായത് ഇൻറ്റേർണൽ മോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇപ്പോൾ തന്നെ ആദ്യം തന്നെ എന്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താണ് ഇൻറ്റേർണൽ മോഡുകളെ കുറിച്ചിട്ട് ഏറ്റവും ഒരു ഇതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഉപകാരപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈകളാണ് ഉപയോഗിക്കുന്നത്. പ്രവർത്തിക്കാൻ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ ഉപയോഗിക്കുന്നു. പ്രത്യേക പവർ സ്രോതസ്സുകളൊന്നും ആവശ്യമില്ല ഇത് ഉപയോഗിക്കണം. കാരണം എന്താണ് എക്സ്റ്റേണൽ മോഡം കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു USB കേബിളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക പവർ സപ്ലൈകളൊന്നും അതിനാവശ്യമില്ല. കൂടാതെ ഇത് പ്രവർത്തിക്കാൻ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സും ഇതിന് ആവശ്യമില്ല. ഓക്കെ, ഇനി മോഡം സെലക്ഷനുകൾ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ മോഡം സെലക്ഷൻ എന്ന് ആദ്യം ഫസ്റ്റ് വണ്ണാണ് ഇവാലുവേറ്റർ സർവീസ്, എന്താണ് കോമ്പാറ്റിബിലിറ്റി. അങ്ങനെ 2 ടൈപ്പിലാണ് എന്താണ് മോഡം സെലക്ഷൻ നടക്കുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് വണ്ണാണ് ഇവാലുവേറ്റർ സർവീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മോഡം എങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെക്ക് ദ സർവീസസ് യൂസർ വിൽ നീഡ് എ സെപ്പറേറ്റ് മോഡം ഡിപ്പെൻഡിങ് ഓൺ വെദർ യൂസർ ഹാസ് എ കേബിൾ ഓർ DSL സർവീസ്. അതായത് അതിൻ്റെ ആദ്യത്തെ സർവീസ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് യൂസർക്ക് ഒരു സെപ്പറേറ്റ് അതായത് ഒരു കേബിളോ അല്ലെങ്കിൽ DSL സർവീസോ ഇതിന് യൂസേഴ്സിന് ആവശ്യമുണ്ടോ എന്നുള്ളതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് മോഡത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇഫ് എ യൂസർ കോൺഫിഗർ എ ന്യൂ സർവീസ്, ഒരു യൂസർ പുതിയ സർവീസ് കോൺഫിഗർ ചെയ്യാൻ ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ബ്രോഡ്ബാൻഡ് സർവീസ് ദേ ക്യാൻ ആക്സസ് ബിഫോർ പർച്ചേസിങ് എ മോഡം. അതായത് അത് ഒരു മോഡം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ബ്രോഡ്ബാൻഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഡിസിഷൻ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനോ മുമ്പ് 2 ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റുകളുടെയും എന്താണ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്മളെന്തായിരിക്കും അത് അറിയാമെന്നുള്ളത് നമ്മൾക്ക് അത് യൂസർക്ക് അറിയാമെന്നുള്ളത് എന്തായിരിക്കും ഉറപ്പാക്കും. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇഫ് എ യൂസർ ഇതിൻ്റെ മുന്നത്തെ പോയിന്റ്, ഇഫ് എ യൂസർ കോൺഫിഗർ എ ന്യൂ സർവീസ് ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ബ്രോഡ്ബാൻഡ് സർവീസ് ദേ ക്യാൻ ബി ആക്സസ് ബിഫോർ പർച്ചേസിങ് മോഡം. അതായത് ഒരു യൂസർ ഒരു പുതിയ സേവനം കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡം വാങ്ങുന്നതിന് മുമ്പ് അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ബ്രോഡ്ബാൻഡ് സേവനത്തിൻ്റെ അതായത് ബ്രോഡ്ബാൻഡ് സർവീസസ് മനസ്സിലാക്കിയിരിക്കും, അത് നിർണ്ണയിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അതായത് അതിലാണ് രണ്ടാമത്തെ പോയിന്റിലായിട്ട് നമ്മൾ പറയണത്. അതിൽ അത് സൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിൻ്റെ നമ്മൾ നോക്കിയിട്ടുള്ള ഓരോരോ കണക്ഷനും ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കും. ഇനി അടുത്ത് കോമ്പാറ്റിബിലിറ്റി അനുയോജ്യമായത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യൂസർ ടു ചൂസ് എ
to choose a robust broadband modem that can establish a connection to the device. അതായത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഒരു ഉപകരണവുമായി കണക്ഷൻ നമ്മൾ, അതായത് ഒരു ഡിവൈസുമായിട്ട് നമ്മൾ കണക്ഷന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു എന്തായിരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു ബ്രോഡ്ബാൻഡ് മോഡം യൂസേഴ്സിന് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ്. അതായത് നമ്മൾ ഈ ഒരു കണക്ഷന് നമ്മൾ നോക്കുമ്പോൾ അത് ഇതായിട്ടുള്ളതാണ്, റോബസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടത് ഈ യൂസേഴ്സിൻ്റെ ഒരു അത്ര ഇതുള്ളത് ആക്റ്റീവായിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള കണക്ഷൻ തന്നെ അവർ തിരഞ്ഞെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് അവിടെ പറയണമെന്ന് വെച്ചാൽ വെരിഫൈ ദാറ്റ് ബ്രോഡ്ബാൻഡ് മോഡംസ് can connect to the device using one of the available interface such as USB, PC card, serial port, PCI അല്ലെങ്കിൽ ISA ഇൻ്റർഫേസ്. അതായത് ഇവിടെ പറയണതാണ് USB-യോ അല്ലെങ്കിൽ PC കാർഡോ സീരിയൽ പോർട്ടോ PCI-യോ ISA ഇൻ്റർഫേസുകളോ പോലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർഫേസുകളിൽ ഏതെങ്കിലും ഒന്നുപയോഗിച്ച് ബ്രോഡ്ബാൻഡ് മോഡമുകൾക്ക് ഉപകരണങ്ങളുമായി, അതായത് ബ്രോഡ്ബാൻഡ് മോഡമുകളിൽ അതിൻ്റെ ഉപകരണങ്ങളുമായി കണക്റ്റ് ചെയ്യാനാകുമെന്ന്, ബ്രോഡ്ബാൻഡ് ആയിട്ട് കണക്റ്റ് ചെയ്യാനാവുമെന്ന് നമ്മളത് ഉറപ്പ് വരുത്തണം. അത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ISP can help user to choose a modem that work on both device and equipment to achieve highest speed and performance. അതായത് ഒരു ഹയസ്റ്റ് സ്പീഡിലുള്ളതും ഹയസ്റ്റ് സ്പീഡിലും ഹയസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്നൊരു മോഡം അതായത് ഹയസ്റ്റ് പെർഫോമൻസും ഹയസ്റ്റ് സ്പീഡും ഉള്ളത് തിരഞ്ഞെടുക്കാൻ ISPകൾക്ക് ഉപയോക്താക്കളെ അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രോട്ടോക്കോളുകൾക്ക് ഉപയോക്താക്കളെ എന്തായിരിക്കും സഹായിക്കാൻ കഴിയും. അതായത് നമുക്ക് ഹയർ പെർഫോമൻസ് ഉള്ളതിനെയും ഹയർ സ്പീഡ് ഉള്ളതിനൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ISPs ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, one easy way to make decision about the broadband modem is to buy or lease one from the internet service provider. അതായത് ബ്രോഡ്ബാൻഡ് മോഡത്തെ കുറിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് പ്രൊവൈഡറിൽ നിന്ന് ഒന്ന് നമ്മൾ വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലീസിന് ഒന്ന് വാങ്ങുക, അല്ലെങ്കിൽ അതിനെ ലീസിന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതൊന്നും ഇതാക്കാനും വേണ്ടി ഒന്നെങ്കിൽ നമ്മളത് വാങ്ങുക, അല്ലെങ്കിൽ ആ ബ്രോഡ്ബാൻഡിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ലീസിന് എടുക്കുക, അല്ലെങ്കിൽ നമ്മളത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിമെമ്പർ പ്രൈസ് കൺസിഡറേഷൻ ആസ് പെർ യുവർ ബഡ്ജറ്റ്. അതായത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് നമ്മളത് ഉറപ്പ് വരുത്തുകയും വേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്. അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.